ഏട്ടാ അമ്മാവൻ പറഞ്ഞത് നമുക്കൊന്ന് ആലോചിച്ചാലോ? എന്തെന്ന് ആലോചിക്കാനാണെന്ന്? അമ്മാവന് പ്രാന്താണ്. അങ്ങനെ ആരോ ധരിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. അതല്ല, അമ്മാവന് നേരിട്ട് അറിയുന്ന ആൾക്കാരല്ലേ? എടി, അതിലൊന്നും ഒരു കാര്യമില്ല. അത് നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. എത്ര ആളുകളെ പോയി കണ്ടു, എന്തൊക്കെ ചികിത്സ ചെയ്തു. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏതോ ഒരു ഒറ്റമൂലിക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അവിടേക്ക് പോകണോ? വെറുതെ നമ്മൾ അധ്വാനിക്കണ പൈസ ഈ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കണ എന്തിന്? അല്ല, അമ്മയും പറഞ്ഞു ഒന്ന് പോയി നോക്കാട്ടാ. ചെലപ്പോ എന്താ നിനക്ക് തോന്നുന്നു? പോണോ? പോയി നോക്കാം. ഒരു കാര്യമില്ലാന്ന്. വെറുതെ നമ്മുടെ പൈസ പോകും, അത്രേ ഉള്ളൂ. ഏട്ടാ, നമ്മൾ ഇത്രയും കാലം കണക്കൊന്നും നോക്കിയിട്ടില്ലല്ലോ ഏട്ടാ. പിന്നെ ഇപ്പൊ മാത്രം എന്തിനാ ഈ കണക്കൊക്കെ നോക്കണേ? ഒരു തവണ ഒന്ന് പോയി നോക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. എന്താണ് എന്തൊരു കറിയണേ? നമുക്ക് മാത്രം എന്തായിട്ട് പോ അങ്ങോട്ട്. പോ, ഞാൻ കുളിച്ചിട്ട് വരാം. പോ. ആ, എന്തേ സമ്മതിച്ചാ? ഓ, കനകം സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കാര്യമായ അല്ല, പത്യം വല്ലതും ഉണ്ടാ? പിന്നെ ഒറ്റമൂലി ചികിത്സ അല്ലേ, പത്യം ഉണ്ടാവും. അല്ല, പത്യം ഉണ്ടെങ്കിൽ ഈ കാര്യം ആയതുകൊണ്ട് അവള് സമ്മതിക്കും. പക്ഷെ അവന്റെ കാര്യോ? അല്ല, എന്ത് വന്നാലും ശരി, അവനെ സമ്മതിപ്പിച്ചിട്ട് ആദ്യം രണ്ടാളെ നമ്മളൊന്ന് കൊണ്ടുപോകണം. രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുക അവിടെ. എന്താകുമെന്ന് എങ്ങനെ അറിയാം അവന്റെ കാര്യം? ഇന്നത്തെ പത്രം വന്നില്ലേ അമ്മ? ആ ചെറുക്കൻ ഇപ്പൊ കറക്റ്റ് ആയിട്ട് പത്രം ഒന്നും കൊണ്ടുവരത്തില്ല. അവന് തോന്നുമ്പോ കൊണ്ടുവരും, അല്ലെങ്കിൽ ഇല്ല. കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. എന്താണ് രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഗൗരവമായ വിഷയം സംസാരിച്ചോണ്ടിരിക്കണം. എന്ത് ഗൗരവം? ഞാനിവിടെ ഇങ്ങോട്ട് ഇരിക്കാല്ലേ? അല്ല, ബുദ്ധിമുട്ടുണ്ടാക്കി ഇരിക്കില്ല. എന്തോന്ന് ബുദ്ധിമുട്ട്? കസേര ഇടക്ക് വലിയ ഇരിക്കുക അല്ലേ? നിങ്ങൾ മുഖം കണ്ടിട്ട് എന്തോ ഭയങ്കര. ഈ തങ്കത്തിന്റെ അടുത്ത് ഇങ്ങനെ തന്നെയാണോടാ? എന്താ മാവ? അല്ല, ഈ രാഷ്ട്രീയക്കാരനായിട്ട് ഇങ്ങനെ ഞാൻ ഇരുന്നോട്ടെ വന്നോട്ടെ ഇങ്ങനെ തന്നെ? അല്ല മാവ, നമ്മള് എവിടെ ചെന്നാലും ആ ഇരിക്കുന്നവർക്ക് ഒരു ശല്യമാകരുത്, ബാധ്യതയാവരുത്. അതെനിക്ക് രാഷ്ട്രീയക്കാരല്ലേ കുറച്ച് എന്തോ നമ്മ. ഞാൻ ഇവിടെ അങ്ങനെ രാഷ്ട്രീയം ഒന്നും കളിക്കാറില്ല. ഞാനേ കനകന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാ. എന്ത് കനകനും തെറ്റി? അല്ല, അവനിപ്പോ ഇങ്ങനെ പോരല്ലോ, ചികിത്സയൊക്കെ നിർത്തി വെച്ചിരിക്കാത്രേ. ഇപ്പൊ ചികിത്സ വീണ്ടും തുടങ്ങിയാലോ എന്നൊരാലോചന. ഏത്? നമ്മുടെ വിദുരയിലെ ഒരു പ്രഭാകരൻ വൈദ്യരുണ്ടല്ലോ, അയാളുടെ ഒറ്റമൂലി ചികിത്സ നല്ലതാന്നാ പറയുന്നത്. പ്രഭാകരൻ എന്താ വെച്ചാ ഒരുപാട് പൈസ ചെലവാക്കിയതല്ലേ, ഇനി ഇങ്ങനെ ഒരു പരീക്ഷണം കൂടി ആവാ. 4 പ്രാവശ്യം അവിടെ പോണം, ഒരു 40,000 റുപ്യ വരും. പിന്നെ പോക്കും വരവൊക്കെ ആയിട്ട് ഒരു 10-50,000 റുപ്യ നമ്മൾ കാണണം. എത്ര? ഒരു 50,000 റുപ്യ ഉണ്ടെങ്കിൽ കാര്യം നടക്കൂലേ ചേച്ചേ? അമ്മാവൻ ഏത് വൈദ്യുന്ന് പറഞ്ഞ? പ്രഭാകരൻ വൈദ്യര്. ഞാനേ ഇത് പേര് ഞാൻ ഇങ്ങനെ ഓർത്തെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അറിഞ്ഞോ അറിയാതെ അങ്ങോട്ട് പോരുത്, അയാൾ അര വെട്ടിപ്പ് മുഴു തട്ടിപ്പാട് നടക്കുന്ന ആളാ. നീയൊന്നും മിണ്ടാതിരിക്കടാ, നമ്മുടെ അവിടെ മനോഹരനിപ്പോ കുട്ടി ഉണ്ടായതല്ലേ. എന്റെ അമ്മാവ, അത് അയാൾ വേറെ എവിടെയെങ്കിലും പോയി ചികിത്സിച്ചിട്ടുണ്ടാവും. കാര്യമായിട്ട് അന്വേഷിച്ച് നോക്ക്. ഇയാളെ ആള് ഭയങ്കര കുഴപ്പക്കാരനാണ്. അതുമല്ല പൈസക്ക് ഭയങ്കര പിടിവാശിയാണ്. ഞാൻ പറഞ്ഞില്ല, ആൾക്കാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു മര്യാദ ഇല്ലാത്ത ഇടപെടല. പൈസയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞു. പോയി കണ്ട 10,000 കൊടുക്കും. അല്ലെന്നേ, നമുക്ക് ഒരു സംശയം അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. ആള് പറയണത് അതുപടി നമ്മൾ അനുസരിക്കണം. എന്തായാലും ഒരു കാര്യം നടക്കാനല്ലേ ഇപ്പൊ പറഞ്ഞു ഒരുവിധം ശരിയായെങ്കിൽ അവനെ കൊണ്ടുപോകണം നമുക്ക്. അല്ല, ഞാൻ വേറൊരു കാര്യം ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ പെങ്ങള് മന്ത്രവാദിയ അതല്ലെന്നേ, ആള് ഇതുമാതിരി കുട്ടികളുണ്ടാവാതിരുന്നിട്ട് വേറൊരു വൈദ്യന്റെ അടുത്ത് ചികിത്സയ്ക്ക് പോയി. അതേത് വൈദ്യൻ? എന്തോ പന്നിയോട് കണാരം വൈദ്യൻ. എന്നിട്ട് അവിടെ പോയി. അത് വെച്ചാൽ അവിടെ പോകേണ്ട ആവശ്യമില്ല. ഈ വൈദ്യരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് നമ്മൾ നേരെ വീട്ടിലോട്ട് വരും. വീട്ടിലോട്ട് വന്നാണ് ചികിത്സിക്കുന്നത്. അത് കൊള്ളാലോ. അതെങ്ങനെ? മാത്രമല്ല പൈസക്ക് ഒരു ആക്രാന്തമല്ല. നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ വാങ്ങിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അല്ല, അങ്ങനെയുള്ളവരാകുമ്പോ പിന്നെ അത് തട്ടിപ്പൊന്നും ആവില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. പുള്ളിയുടെ ഈ ചികിത്സയുടെ ഒരു രീതി ഉണ്ടല്ലോ. പുള്ളി ഇവിടെ വന്നാൽ ഈ ഗർഭിണിയാകേണ്ട കുട്ടി ആദ്യം ഒന്ന് ഇങ്ങനെ നോക്കും, നല്ലവണ്ണം പഠിക്കും ആളിനെ. അത് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ എന്തോ ഈ കാന്തിക വലയോ
അങ്ങനെ എന്തോ എല്ലാ വീടുകളിലും ഉണ്ട് എന്നാ പറയണത്. ഉണ്ട് 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 ഉണ്ട്. അപ്പൊ ഈ ഗർഭിണിയാകേണ്ട കുട്ടിയെ ഈ കാന്തിക വലയത്തിന്റെ നടുക്കാക്കും. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുഷ്ടശക്തികളുടെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ അതുണ്ടാവരുത്. കാരണം എന്നാലും മരുന്ന് ഏൽക്കില്ലെന്നാ പുള്ളി പറയണത്. ഇതെല്ലാം അങ്ങനെയൊക്കെ ഓക്കെ ആക്കി കഴിഞ്ഞിട്ടാണ് പുള്ളി തൃക്കണ്ണ് കൊണ്ട് ഏത് മരുന്ന് കൊടുക്കണമെന്നൊക്കെ അങ്ങനെ നോക്കിപ്പോ. ഞാൻ അങ്ങനെ ഒരു കണാരൻ വൈദ്യനെ കുറിച്ച് ഇത്രയും നാളായിട്ട് എനിക്കറിയാൻ വയ്യ. ആർക്കറിയാമോ എവിടെയല്ലോ ഏതെല്ലാം വൈദ്യന്മാർ കിടക്കുന്നുണ്ടെന്ന് അറിയാമോ? നമുക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ലേ. ബ്രാഞ്ച് സെക്രട്ടറിയുടെ പിന്നെ പെങ്ങൊക്കെണ്ടല്ലോ മരുന്ന് തേനിൽ ചാലിച്ചിട്ട് മരുന്ന് അങ്ങോട്ട് കൊടുത്ത് കുടിച്ച് 10-ാം മാസം ആയപ്പോ ഇന്നാ പിടിച്ചോന്നും പറഞ്ഞ 3 കിലോ ഉള്ള ഒരു ആൺചെറുക്കൻ. എന്നാ നമുക്കതൊന്ന് നോക്കാം. പിന്നെ ഇവനെ നമ്മൾ കെട്ടി വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും വേണ്ട. ഇതുവരെക്കൊന്നും ഇവിടെ തന്നെ കാര്യം നടക്കും. ഇത് പിന്നെ നമ്മൾ ഇവിടുന്ന് വിതിരെ പോകണമെങ്കിൽ കാർ അന്വേഷിച്ച് വണ്ടി അന്വേഷിച്ച് ഭാര്യ കെട്ടി പോയി തിരിച്ചു വന്ന് ഇടയ്ക്കുള്ള കാപ്പുകൂടി ചെലവ്. അലച്ചിലും ഇത്ര പൈസയും ചെലവാവില്ല. അല്ല എന്നാലും എന്തെങ്കിലും ദക്ഷിണ കൊടുക്കേണ്ടി വരില്ലേ? ദക്ഷിണ എന്നാലിപ്പോ 50 പറഞ്ഞെടുത്ത് 50 ഒന്നും കൊടുക്കണ്ട, നേരെ പകുതി കൊടുത്താലും മതിയാവും ചിലപ്പോ. അത് കൊള്ളാം. നമ്മുടെ കാര്യം നടത്തി നമുക്ക് കൊടുത്തൂടെ? എന്താ കൊടുക്കാം. എന്നാ അത് തന്നെ നോക്കാം നമുക്കിനി. മറ്റേതങ്ങ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ അവ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അത് എനിക്ക് ഒരു സംശയമുണ്ട്. ഇത് അറിഞ്ഞോ അറിയാതെ ഞാൻ പറഞ്ഞൊന്നും പറയണ്ട. വേണ്ട, ഞാൻ പറയണ പോലെ പറയാം. അമ്മാവന്റെ ഇറങ്ങടാ. ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി. നീ എന്തെങ്കിലും പോയില്ലേ? ഏയ് നമ്മളെവിടെ പോവാളിയാ? എവിടെ പോവാല്ലേ? നമ്മളെ കാലത്ത് പോസ്റ്റ് ഒന്നും നിൽക്കുന്നില്ലല്ലോ. അല്ല, ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ക്ലീറ്റസ് ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. അല്ല, ഞാനിരിക്കണ ബുദ്ധിമുട്ടാണ്, ഞാനങ്ങ് പോയേക്കാം. അവിടെ ഇരിക്കേ, കുടുംബത്തൊരു കാര്യല്ലേ, നീ അറിയണോണ്ടെന്താ കുഴപ്പം? കുഴപ്പമില്ലെങ്കിൽ പന്നിയോടൊരു വൈദ്യരുണ്ട്. അമ്മാവും വിദുരയിലുണ്ടെന്നല്ലേ പറഞ്ഞേ? അല്ല, വിദുരയിലൊരു വൈദ്യരുണ്ട്. അതിലിപ്പോ ഇങ്ങോട്ട് പന്നിയോടേക്ക് താമസം മാറിയ? അതല്ല, ഇത് വേറെ വൈദ്യര്. പന്നിയോടൊരു കണാരൻ വൈദ്യരുണ്ട്. അപ്പൊ നമ്മൾ വിദുരയിലെ വൈദ്യരെടുത്ത് പോണ്ടേ? അല്ല, അത് നമുക്ക് പിന്നെ വേണമെങ്കിൽ പോയാൽ മതി. ഇതിപ്പോ അത് നമുക്കൊരു 10-50,000 റുപ്യ ചെലവൊക്കെ വരുമല്ലോ. പിന്നെ അവിടെ പോയി 4 പ്രാവശ്യം പോയി വരുമൊക്കെ വേണ്ടേ? ഇതാവുമ്പോ ഈ കണാരൻ വൈദ്യര് നേരെ നമ്മുടെ വീട്ടിൽ വരും. ഇപ്പൊ ആദ്യം ഏത് വൈദ്യരാ കാണേണ്ടത് പറ. നമുക്ക് ആദ്യം കണാരൻ വൈദ്യരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ കണാരൻ വൈദ്യര് എന്ന് പറഞ്ഞാൽ ഈ പന്നിയോടുള്ളത്? പന്നിയോടുള്ളത്. അപ്പൊ അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ജമന്തി കുട്ടീനൊക്കെ ഒന്ന് കണ്ട് ഈ വീട്ടിൽ വെച്ചിട്ടൊരു ചികിത്സ അത്ര അതിൽ ഫലം കാണുന്ന പറയുന്നത്. മാത്രമല്ല പൈസക്ക് ഇല്ല, നമ്മൾ എന്തെങ്കിലും ദക്ഷിണ കൊടുത്താൽ മതി എന്നാ പറഞ്ഞു. യാത്ര അലച്ചിലും ഇല്ല. നമുക്ക് അതൊന്നും ആദ്യം നോക്കിയാലോ? അല്ല, അപ്പൊ ഈ ന്യൂസ് ഇപ്പൊ അമ്മാവന് എവിടെ നിന്ന് കിട്ടിയതാ? അല്ല, ഈ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലീറ്റസിന്റെ മറ്റേ ഇതുണ്ടല്ലോ, എന്ത് മെമ്പറാണ് അത്? ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഒരു പെങ്ങള് ഞാൻ അറിയും. ആ കുട്ടിക്ക് ഇതുപോലെ ഈ പന്നിയോട് കണാരൻ വൈദ്യര് ചികിത്സിച്ചപ്പോഴാണ് കുട്ടി ഉണ്ടായത്. ഞാനത് പറയാനായിട്ട് എന്താ വെച്ചാൽ ഇവനെ കണ്ടപ്പോഴാണ് എനിക്ക് ഈ പന്നിയോട് വൈദ്യരുടെ ഓർമ്മ വന്നത്. അതുകൊണ്ട് നമുക്ക് അയാളെ ഒന്ന് ആദ്യം കൊടുത്താലോ? ആരെ വേണോ കൊണ്ടുവരാം. അല്ല, അയാളെ കൊടുന്ന് നോക്കിയിട്ട് പറ്റില്ലെങ്കിൽ നമുക്ക് വിതുരെ പോവാ. എല്ലാരോടും കൂടെ ഒരു കാര്യം ഞാൻ പറയാം. ഈ വിഷയം പറഞ്ഞിട്ടുള്ള അവസാനത്തെ ചികിത്സ ആയിരിക്കണം ഇത്. ഇനി ഇതും പറഞ്ഞിട്ട് രണ്ടാമതൊന്നും എന്നോട് പറയരുത്. ഞാൻ അതിന് മെനക്കിടില്ല. നമ്മൾ ഗുളിക കഴിച്ചാലും മരുന്ന് കഴിച്ചാലും ചികിത്സ ചെയ്താലും ആദ്യം വിശ്വാസം വേണം. എന്റെ വിശ്വാസമൊക്കെ എന്നോ പോയില്ലടോ. അങ്ങനെ ആവരുത്. നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതിന് ശരിയാവുന്ന എന്റെ മനസ്സ് പറയണു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ ഇറങ്ങണ്ടെന്നാ. ശരി, പോയിട്ട്. അതെ മാവാ, ഇപ്പം ജമന്തി നിൽക്കണോണ്ട് കുഴപ്പമില്ല. ഇപ്പം ഞാനിത് പറഞ്ഞ് എൻ്റെ കെയർ ഓഫിലാണെന്നൊന്നും ഇനി അവൻ അറിയണ്ട. ഇനി അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ പകുതി കിട്ടിട്ട് പോകും. അതെ, ഇപ്പൊ അവൻ ഒരുവിധം സമ്മതിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നേക്ക് വെച്ച കാര്യങ്ങൾ അവന്റെ മനസ്സ് മാറും. നീ ഇന്ന് എന്നെ വിളിച്ചു പറ, ഈ ഞായറാഴ്ച വരാൻ പറ. നമ്പർ കയ്യിലുണ്ട്? നമ്പറൊക്കെ എന്നാ ഒന്ന് വിളിച്ചു പറ. ഞായറാഴ്ച കാണുമല്ലോ ഇവിടെ അല്ലേ? കേട്ടോ, അപ്പൊ ഞായറാഴ്ച വിളിച്ചു പറ. ഞാൻ വിളിച്ചോളാം. പന്നിയോടെങ്കിൽ പന്നിയോട് കാര്യം ഒന്ന് നടന്നാ മതിയാ. Versus Alien.